ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് ടൈം ഫോർ ഹാപ്പി. അപ്പോൾ ഇന്ന് അച്ഛൻ ഒരു മീനിൻ്റെ തല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഇവിടെ ഇതിനെ ഏട്ടാന്നാണ് പറയുന്നത്, ഏട്ടമീൻ. എല്ലായിടത്തും എന്താണ് പേരെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ മീൻ അമ്മ ക്ലീനാക്കി കൊടംപുളിയും ഉപ്പും ചേർത്ത് വേവിക്കാൻ വെക്കുകയാണ്. ശരിക്കും അത് ഫുള്ളായിട്ട് കറി വെക്കാമെന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ അത് നമുക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടില്ല. ക്ലീനാക്കാതെ നന്നായിട്ട് മുറിച്ച് ഇതാക്കാതെ നമുക്ക് കറി വെക്കുകയാണെങ്കിൽ. അതിനുശേഷം നമ്മുടെ ഗരം മസാല കൂട്ടില്ലേ, ഗരം മസാലയും തേങ്ങയും വറുത്തിട്ട് അരച്ചെടുത്ത് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മീൻ ദേ ഇവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ എറണാകുളത്ത് പോയപ്പോൾ നമ്മൾ മധുരക്കിഴങ്ങ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചുട്ട് ഞാനിതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ അമ്മ എനിക്കത് ചുട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ അടുപ്പത്ത് വെച്ചതും കൂടി ചൂടാനും കൂടി വെക്കുകയാണ്. മധുരക്കിഴങ്ങ് ചുട്ടത് എല്ലാവരും കഴിച്ചിട്ടുണ്ട്, ഞാനിതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈം കഴിക്കാൻ പോവാണ്. അതിനുശേഷം നമ്മൾ ആ വേവിച്ച മീൻ മാറ്റി വെക്കുകയാണ്. അതിനുശേഷം നമ്മൾ അടുപ്പത്ത് ഒരു ചട്ടി വയ്ക്കുക. അതിലേക്ക് ഉലുവ, കടുക് എന്നിവ നമ്മൾ പൊട്ടിക്കാം. അതിനുശേഷം നമ്മുടെ വറ്റൽമുളക് അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ചെറുതായിട്ട് തന്നെ നീളത്തിലരിഞ്ഞ ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നടുവേക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കറിവേപ്പില, പിന്നെ ചെറിയുള്ളിയാണ് ഈ കറിക്ക് ടേസ്റ്റ് കൂടുതൽ തരിക. ചെറിയുള്ളിയും ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ മീൻ കറിക്ക് കൂടുതൽ ടേസ്റ്റ് വരുന്നത് ഇന്ന് വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ് വരിക കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, 2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് മുളക് പൊടി ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് വ്യത്യാസപ്പെടുത്താം. നമ്മളിവിടെ 2 സ്പൂൺ മുളക് പൊടി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഗരം മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം, മസാലപ്പൊടി. അതിനുശേഷം നന്നായിട്ടിത് പച്ചമണം മാറുന്നത് വരെ നമുക്കിത് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് അല്പം വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ച നമ്മുടെ മീനിൻ്റെ തലയില്ലേ, അതും ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ വറുത്ത് അരച്ച് മാറ്റി വെച്ച ആ മിക്സില്ലേ, തേങ്ങ ഗരം മസാലയുടെ ആ മിക്സ് വറുത്തരച്ചത്, അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം. ഇനി ഈ മസാലയൊക്കെ ഈ മീനിൽ പിടിക്കുന്നത് വരെ നമുക്കിത് മൂടി വെച്ച് വേവിക്കാവുന്നതാണ്. അതിനുശേഷം ഇതിലേക്ക് അമ്മ ഒരു തക്കാളി 4ആക്കി കീറി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയില, കറിവേപ്പില എന്നിവയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നമ്മളിത് വേവിക്കുകയാണ്. അതിനുശേഷം നമ്മളത് ചുട്ട മധുരക്കിഴങ്ങ് റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ മാറ്റി വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളത് ഇറക്കി വെക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ കോമ്പിനേഷൻ കൊടുക്കുന്നത് കാച്ചിലില്ലേ, ആ കിഴങ്ങാണ്. ഇത് നമ്മൾ ഉപ്പ് കലക്കിയ വെള്ളത്തിൽ നമ്മൾ കാച്ചിൽ ക്ലീനാക്കിയത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നമ്മളിത് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ്. നമ്മൾ വേവിച്ച് ഉടച്ചെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിത് അടച്ച് വെച്ച് വേവിക്കാം. വെന്ത് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് അല്പം തേങ്ങയും കൂടി ഇട്ട് നമ്മളിത് നന്നായിട്ട് ഉടച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കാച്ചിലും മീൻകറിയും നമ്മുടെ ചുട്ട മധുരക്കിഴങ്ങുമാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ നമുക്കത് കഴിക്കാം. അപ്പോൾ നമ്മൾ ഇലയിലേക്ക് കാച്ചിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മുടെ മീൻ കറി കൂടി ഒഴിച്ചു കൊടുക്കാം. അടുത്തത് നമ്മുടെ മധുരക്കിഴങ്ങ് ചുട്ടതാണിത്. അങ്ങനെ നന്നായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.